ബിരിയാണി ഇഷ്ടമില്ലാത്തവർ വളരെ കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. പക്ഷേ തലശ്ശേരി ബിരിയാണി ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ഈ തലശ്ശേരിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഹോട്ടലിൽ കിട്ടുന്നതിനേക്കാൾ വളരെ വളരെ നല്ല ബിരിയാണിയാണ് നിങ്ങൾക്ക് ഇവിടുത്തെ കല്യാണങ്ങൾക്ക് കിട്ടുന്നത്. ഞങ്ങളിന്ന് നിൽക്കുന്നത് ഒരു ഓഡിറ്റോറിയത്തിൻ്റെ പുറകിലാണ്. ഒരു കല്യാണം നടക്കാൻ പോണ ഓഡിറ്റോറിയത്തിൻ്റെ പുറകിൽ. ഈ കല്യാണത്തിന് ഞങ്ങൾ വിളിച്ചിട്ടില്ല. ഞങ്ങളിവിടെ ബിരിയാണി കഴിക്കാൻ വന്നതല്ല, മറിച്ച് ഇവിടുത്തെ ബിരിയാണി ഉണ്ടാക്കുന്നത് കാണാനാണ്. നമ്മളിപ്പോൾ ഇവിടെ രാവിലെ 5 മണിക്ക് എത്തിയതാണ്. ഇപ്പോൾ ഒരു 6 മണിയായി. ഇവിടെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി വരുന്നേ ഉള്ളൂ കേട്ടോ. അവരൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു തലശ്ശേരി കല്യാണത്തിൻ്റെ അടുക്കള കാഴ്ചകൾ അഥവാ ഒരു ബിരിയാണി കഥ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കുക, ബെൽ ബട്ടൺ അമർത്തുക, ഉഷാറാക്കുക എല്ലാം. ഞാൻ ഹരി, ഞാൻ ലക്ഷ്മി. വെൽക്കം ടു ടിൻ സ്റ്റോറീസ്. കറിക്കുള്ള അരിയലും പരിപാടികളൊക്കെ കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് സബോളയൊക്കെ നല്ല നെയ്യിൽ വഴറ്റിയെടുക്കലാണ്. ബിരിയാണി ദമ്മിടുമ്പോൾ ഏറ്റവും മുകളിലത്തെ ലെയറായിട്ട് വെതറാനാണ് ഈ സബോള വഴറ്റിയത്. വഴറ്റിയ സബോള ചൂടോടെ ദമ്മിലിട്ട് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകുന്നതാണ് നമ്മുടെ ഈ ബിരിയാണി ഉണ്ടാക്കുന്ന റസാക്കിക്കയുടെ അഭിപ്രായം. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഇത് ഉണ്ടാക്കി തണുക്കാൻ വെക്കുന്നത്. ഈ നേരം കൊണ്ട് അജി ചേച്ചിയും ശാലിനി ചേച്ചിയും കൂടി രാവിലെ തന്നെ കൊണ്ടുവന്ന് 110 കിലോ ബീഫും ചിക്കനും നല്ലോണം അങ്ങോട്ട് കഴുകി വൃത്തിയാക്കി. അപ്പോൾ വിളിക്കാത്ത കല്യാണത്തിന് വന്നിട്ട് നമ്മൾ ബിരിയാണി മാത്രമല്ല കഴിക്കാൻ പോകുന്നത്. രാവിലെ ഇവർ നമുക്ക് നല്ല ചൂട് പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ തന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഈ ഭക്ഷണം വെക്കുന്ന ആൾക്കാർക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇവർ ഈ ചിക്കൻ്റെ പാർട്സ് ഒക്കെ ഇല്ലേ, ഈ ചില കറിക്കിടാൻ, അതെ, ബാക്കിയുള്ള ചിക്കൻ്റെ പാർട്സ് വെച്ചിട്ട് ബിരിയാണിയിൽ ഇപ്പോൾ ലിവറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഒരു കറി ഉണ്ടാക്കും. അപ്പോൾ ആ കറിയാണ് ഇപ്പോൾ നമുക്ക് പൊറോട്ടയ്ക്ക് കൂടെ തന്നേക്കുന്നത്. അതെ, അപ്പോൾ ഓസിന് ഞങ്ങൾ പൊറോട്ടയും ചിക്കൻ കറിയും കഴിക്കാൻ പോവാണ്. ഇറച്ചിയിലെ വെള്ളം നല്ലോണം വാർന്നു കഴിഞ്ഞാൽ അത് ബിരിയാണി ചെമ്പുകളിലേക്ക് മാറ്റുക എന്നുള്ളതാണ് അടുത്ത പടി. ഇനിയും കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ കല്യാണത്തിനുള്ള ആളുകളൊക്കെ എത്തിത്തുടങ്ങും. അപ്പോഴേക്കും ഈ 3 ചെമ്പിലും കൂടി ഏകദേശം 1000 പേർക്കുള്ള നല്ല ഒന്നാന്തര തലശ്ശേരി ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും. അടുത്തതായിട്ട് ചതച്ച വെളുത്തുള്ളി, അരച്ച ഇഞ്ചി, നൈസായിട്ട് അരിഞ്ഞ തക്കാളിയും സവോളയും, പിന്നെ കീറിയ പച്ചമുളക്, ഉപ്പ്, വീട്ടിൽ നിന്ന് പൊടിച്ചു കൊണ്ടുവന്ന സ്പെഷ്യൽ ഗരം മസാല, പിന്നെ ഇതിനൊക്കെ പുറമെ റസാക്കിക്ക് പാരമ്പര്യമായിട്ട് പകർന്നു കിട്ടിയ കുറച്ച് സീക്രട്ട് രസക്കൂട്ടുകളൊക്കെ ചേർത്ത് ഇറച്ചി നല്ലോണം അങ്ങോട്ട് വേവിക്കും. ഇവിടെ പാചകം കംപ്ലീറ്റ് വിറകടുപ്പിലാണ്. കണ്ണൊക്കെ നീറിയിട്ട് വയ്യ. കുറേ നേരെ കരയാൻ തുടങ്ങിയിട്ട് വീഡിയോ എടുക്കുമ്പോൾ ഒക്കെ കരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കംപ്ലീറ്റ് വിറകിലാണ്. നിങ്ങളിപ്പോൾ കണ്ടില്ലേ ബിരിയാണിയൊക്കെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇവിടുത്തെ ഒരു രസകരമായിട്ടൊരു പേര്, അത് ചിലപ്പോൾ തലശ്ശേരിക്കാർക്കൊക്കെ ഭയങ്കര കേട്ട് പരിചയമുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് പുതിയതാണ്. അപ്പോൾ ഇവിടെ ഭക്ഷണം വയ്ക്കുന്ന ആളെ ബപ്പക്കാരൻ എന്നാണ് പറയുന്നത്. അപ്പോൾ വെപ്പുകാരൻ പിന്നെ ബപ്പക്കാരനായതായിരിക്കും. അപ്പോൾ എന്തായാലും പുതിയ കുറേ അറിവുകളൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ബീഫ് ബിരിയാണിക്കുള്ള ബീഫ് വേവിച്ചതിന് ശേഷം അതിന് ബാക്കി വരുന്ന വെള്ളം ഇവർ മാറ്റും. അത് അതിൽ ബിരിയാണിയിൽ ഉപയോഗിക്കില്ല. അപ്പോൾ കാരണം പറയുന്നത് ബിരിയാണിയുടെ കളറ് ദമ്മിടുമ്പോൾ മാറുന്നതാണ്. അപ്പോൾ ആ വെള്ളമാണ് ഈ കാണുന്നത്. സീതാ കല്യാണം സീരിയലിലെ
സ്വാതിയുടെ ചായ ഉണ്ട് ലക്ഷ്മിക്ക് എന്നാണ് ചേച്ചി പറയുന്നത്. എന്നിട്ട് വീഡിയോ കാണിച്ചു കൊടുക്കാം. സ്വാതി ആരാന്ന് നോക്കുകയാണ്. ആ ഉണ്ട് ഉണ്ട്. കിട്ടിയുണ്ട് ഭാഗ്യം കൂട്ടി നടക്കാൻ. കിട്ടണമെന്നില്ലല്ലോ, അത് ഭാഗ്യ സ്വഭാവം. ഒരേ സ്വഭാവം. അങ്ങനെ ഞാൻ ആദ്യം വെച്ചേ. അപ്പൊ കള്ള് ഷാപ്പ് കണ്ടു ഞാൻ വെച്ച് അങ്ങനെ ഒരു പൊണ്ണിയും കുട്ടി ഭാര്യ എന്ന് പറയില്ലല്ലോ അല്ലേ? ഇവിടെ ഒരു ഭാര്യ ഒന്നല്ല അത്. അല്ലല്ല, ഇതാ കല്യാണം. ഞാൻ എപ്പോഴും എവിടെയോ ടി വിയിലാണ് സ്വാതി നക്ഷത്രം ജ്യോതി. ജ്യോതിയാ അല്ലല്ല. സാരി കൊടുത്തിട്ട് രസമുണ്ടോ നോക്കിയാ കാണിച്ചു കൊടുക്കട്ടെ. അപ്പൊ എന്നെ നോക്കി ഇതേ അവർ ഈ വേഷത്തിൽ കാണാൻ ഭംഗിയില്ല എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് സാരി കൊടുത്ത് ഫോട്ടോ ഒക്കെ കാണിച്ചു തരാണ്. സുന്ദരിയാണ്. ഇതൊക്കെ വരും. ഇവിടുത്തെ ആൾക്കാരെയൊക്കെ നമ്മൾ വഴിതെറ്റിച്ചു. അപ്പോൾ ഇവരിപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്നതും കറിക്കരിയുന്നതും നമ്മുടെ വ്ളോഗൊക്കെ കണ്ടിട്ടാണ്. അപ്പോൾ അവിടെ കാണുന്നുണ്ടോ ചേച്ചി വീഡിയോ കണ്ട്? ഇന്നിവിടെ വെക്കുന്ന ബീഫ് ബിരിയാണിയുടെ മസാലയാണത്. അപ്പോൾ ഇതിലാണ് നമ്മൾ റൈസ് ഇട്ട് അത് ദമ്മിടുന്നതൊക്കെ. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. ബീഫാണ് കേട്ടോ അത്. അതിൻ്റെ വേവ് കണ്ടാൽ മനസ്സിലാവും. നമുക്കിങ്ങനെ എടുക്കാം, ശരിക്കും ഇങ്ങനെ വേറിട്ട് വരും. ഒട്ടും ഹാർഡല്ലാതെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കണത്. നമുക്കിങ്ങനെ വിടിച്ച് എടുക്കാൻ പറ്റും. അത്രയും സോഫ്റ്റ് ആയിട്ടാണ് ബീഫ് ഇരിക്കുന്നത്. ആ ബീഫ് സോഫ്റ്റ് ആവുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ വേറെയാണ്. പിന്നെ ആ തക്കാളിയുടെയും ആ ഉള്ളി വഴറ്റിയിട്ടുള്ള അത് ഇട്ടിട്ടാണ് പിന്നെ അവർ കുറച്ചും കൂടി വേവിക്കുന്നുണ്ട്. അതിൻ്റെയും എല്ലാം ഇപ്പം ഇതിൻ്റെ കൂടെ ബിരിയാണിയും റൈസും കുറച്ചും കൂടി നെയ്യൊക്കെ വരുമ്പോഴാണ് ശരിക്കുള്ള ആ ടേസ്റ്റ് പുറത്തേക്ക് വരിക. ഇപ്പം തന്നെ അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ പാരമ്പര്യമായിട്ട് തലശ്ശേരി ബിരിയാണി വെക്കുന്ന ആൾക്കാരാണ്. തലശ്ശേരി മട്ടാമ്പ്രം പള്ളിൻ്റെ അടുത്താണ് എൻ്റെ വീട്. എൻ്റെ പേര് റസാക്ക് എന്നാണ്. എൻ്റെ ഉപ്പാൻ്റെ പേര് റഷീദ് എന്നാണ്. അവരെ കാരണവന്മാർ അങ്ങനെയുള്ള ആൾക്കാരെല്ലാം പാരമ്പര്യമായിട്ട് 150-200 വർഷങ്ങളായിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ഇന്ന് ബീഫ് ബിരിയാണി വെക്കുന്നിവിടെ 1000 പേരെ പരിപാടി ഉണ്ട്. അപ്പോൾ മസാല ഏകദേശമായി. ഇനിയിപ്പോൾ ചോറ് വെക്കാൻ പോകാറ്. നമ്മൾ ഉപയോഗിക്കുന്ന അരി തലശ്ശേരിയിലെ ചെറിയ അരിയാണ്. ചെറിയ ജീരകസ്ഥാനി എന്ന് പറഞ്ഞ ചെറിയ അരിയാണ്. അത് 2-3 മാർക്ക് പല മാർക്കുകളുണ്ട്. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്നത് NP DP ഇങ്ങനെ കണ്ട അഷറഫ് ഇങ്ങനെ കണ്ട അരിയല്ലാന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ചിക്കൻ പൊരിച്ചതുണ്ട്. അത് ചിക്കൻ പൊരിച്ച തലശ്ശേരിയിലൊരു തലശ്ശേരി ചിക്കൻ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ചിക്കൻ പൊരിച്ചതാണ്. തലശ്ശേരിയിലുള്ള പല സ്ഥലങ്ങളിലും ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. നല്ല ഭക്ഷണമാണ് ഇതുവരെ കൊടുത്തത്. ദൈവം സഹായിച്ചിട്ട് നാളെയും ഇനിയും നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. തലശ്ശേരി ബിരിയാണിയിൽ ഒരുപാട് പൊടികളും കാര്യങ്ങളും ഇടാൻ പാടില്ല. ചില ആൾ ബിരിയാണി വെക്കുമ്പോൾ അതിൽ മറ്റേ ഈസ്റ്റൻ്റെ പൊടി മോശമെന്ന് ഞാൻ പറയുന്നില്ല. ഈസ്റ്റൻ്റെ നല്ല പൊടികൾ നല്ല തന്നെ നമ്മൾ ഇടുന്നുണ്ട്. പക്ഷേ മസാലപ്പൊടി എന്ന് പറഞ്ഞാൽ കർമ്മസാലപ്പൊടി മാത്രമാണ്. സാജീരകം, പെരുജീരകം, നല്ലരീരകം, ജാതിക്ക, ജാതിപത്രി, കർപ്പ, കറാമ്പ്, ഏലക്ക ഇങ്ങനെ 8 കൂട്ടം പൊടിച്ചിട്ടുള്ളൊരു പൊടിയാണ് കർമ്മസാല പൊടിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് കുറച്ച് ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് നമ്മൾ മസാലയിലിടും.
വേവിച്ച ചോറിടും. അത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യും റോസ്റ്റ് ചെയ്ത ഓണിയനൊക്കെ ഇട്ടിട്ട് അടിച്ച് വെച്ചേക്കാണ്. അപ്പോൾ ദമ്മിൽ ഇവർ മാവ് വെച്ച് കെട്ടുകയല്ല ചെയ്യുന്നത്, തുണി വെച്ച് കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ വെയിറ്റിന് വേണ്ടിയിട്ട് ഈ വിറക് വെച്ചേക്കാം. ഇതാണ് നമ്മുടെ ചിക്കൻ മൊഞ്ചത്തി. അപ്പോൾ ഇത് ഫുള്ളായിട്ടില്ല കേട്ടോ, ഇതിനി നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാനുണ്ട്. അപ്പോൾ ഇത് കുറേ നേരമായിട്ട് മസാലയൊക്കെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 2 മണിക്കൂറിൻ്റെ അടുത്തായി ഇത് ഇത്രയും മാരിനേഷനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതെടുത്ത് വറക്കും. സംഭവമൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ലക്ഷ്മി പറഞ്ഞ പോലെ ഇവിടെ ദമ്മൊക്കെ ഇട്ടിരിക്കുകയാണ്, നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ചിക്കൻ ഫ്രൈയും മീൻ മുളകിട്ട കറിയും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹൈലൈറ്റ് ബിരിയാണിയാണല്ലോ, അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 12 മണി ആവാറായിട്ടുണ്ട്. 1 മണിക്ക് ദമ്മ് പൊട്ടിക്കുള്ളൂ. അപ്പോൾ ആൾക്കാരൊക്കെ പതുക്കെ വന്നു തുടങ്ങുന്നുണ്ട് ഹാളിലേക്ക്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, എന്താണെന്നറിയില്ല. അങ്ങനെ 8 മണിക്കൂറിൻ്റെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ താരം നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. ഇതാണ് തലശ്ശേരി ദം ബീഫ് ബിരിയാണി. ഇവിടെ വേറെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇത്രയും നേരം വെയിറ്റ് ചെയ്തതും കാത്തിരുന്നതൊക്കെ. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം അല്ലേ? മണം പിന്നെ പറയണ്ടല്ലോ, കഴിച്ചു നോക്കാം. ഇതാണ് മോനെ ബിരിയാണി. ഭയങ്കര രസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ബീഫ് ഭയങ്കര സോഫ്റ്റാണ്. നമുക്ക് വായിലിട്ടാൽ ശരിക്കും അലിഞ്ഞന്നെ പോവും, അത്ര സോഫ്റ്റാണ്. ഒട്ടും ഹാർഡല്ല. ആ നെയ്യിൻ്റെ ടേസ്റ്റും ആ ഉള്ളിയൊക്കെ റോസ്റ്റ് ചെയ്തിട്ടതിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി നല്ല. വലിഞ്ഞു കയറി വന്ന് കല്യാണം കൂടിയതാണെങ്കിലും ഇവിടുത്തെ വീട്ടുകാർ നമ്മളെ ട്രീറ്റ് ചെയ്തത് അങ്ങനെയല്ല. ഒരു സ്വന്തം ഫാമിലി പോലെയാണ് കണക്കാക്കിയത്. അപ്പോൾ ഷാജഹാനിക്കും ഷാനവാസിക്കും ഞങ്ങളെ ഇവിടെ ഹോസ്റ്റ് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ നന്ദി പറയേണ്ട ഒരാളാണ് ദേ നിൽക്കുന്ന ആൾ. വെറും 1 മണിക്കൂറത്തെ പരിചയം. ഞങ്ങൾ ചിക്മംഗ്ലൂർ വെച്ച് ഹോസ്റ്റലിൽ വെച്ച് പരിചയപ്പെട്ടാണ്. 1 മണിക്കൂറത്തെ പരിചയത്തിന് അദ്ദേഹത്തിൻ്റെ 2 ദിവസം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചു. ഞങ്ങളുടെ കൂടെ അലയാത്ത സ്ഥലങ്ങളില്ല, പോവാത്ത കല്യാണ വീടുകളില്ല. ഒരു ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു കല്യാണ വീട് നോക്കിയിട്ട് രാവിലെ 6 മണിക്ക് നമ്മുടെ ഒപ്പം വന്ന് നിൽക്കുന്നതാണ്. ഇവിടുന്ന് അനങ്ങിയിട്ടില്ല. നമ്മൾ കംഫർട്ട് സോൺ പോകണ്ടെന്ന് വെച്ചിട്ട് ഇവിടുന്ന് മാറിയിട്ടില്ല. അപ്പോൾ ഇതിന് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ തലശ്ശേരിക്കാരെങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ റംഷീദയ്ക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തലശ്ശേരിയിൽ വന്ന് ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ട് നല്ല നല്ല ആൾക്കാരാണ്. വരിക, ഇവിടുത്തെ ഭക്ഷണമൊക്കെ ട്രൈ ചെയ്യുക, തലശ്ശേരി എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഇന്നത്തെ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ ഷെയർ ചെയ്യണം, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ബായ്.